നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ശ്രീകാന്തിനെ ചോദ്യം ചെയ്യണം ശങ്കരനാരായണൻ. എന്താടാ വേദ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? അവള് വീട് വിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ കാരണം നീയാണെന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ശ്രീകാന്ത് വല്ലാതെ പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ഇല്ല അച്ഛാ, ഞാൻ ഒരിക്കലും കാരണമായിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളോട് പറയുമായിരുന്നു നീ ഇങ്ങോട്ടേക്ക് വരണം വരണം അങ്ങനെ പറഞ്ഞ് അവളെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പം അവൾക്ക് അങ്ങനെ തോന്നുന്നേ. നമ്മൾ എപ്പോഴും അവളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നോണ്ടായിരിക്കും അവൾക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ശങ്കരനാരായണൻ വിളിച്ചു, അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് നിന്നു. എന്താച്ചാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിന്നെ ഒരു കാരണവശാലും നീ കാരണമാണ് വേദ വീട് വിട്ട് ഇറങ്ങി വന്നേന്ന് ഞാൻ അറിയാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ട് പോയി. ശങ്കരനാരായണൻ ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ശ്രീകാന്തും ശങ്കരനാരായണനും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് കയറി വരുവാണ് വിക്രം. സ്റ്റോർ റൂമിൽ പോയിരുന്നിട്ടാണ് വരുന്നത്. ആ സമയം വേദ ചോദിച്ചു, അല്ല സ്റ്റോർ റൂമിലായിരുന്നോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അല്ല ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചില്ലോ, അതുകൊണ്ട് ഞാൻ സ്റ്റോർ റൂമിൽ പോയി ഇരുന്നേ. ഇനിയിപ്പോൾ മുറിയിലേക്ക് എങ്ങാനും കയറി വന്നാലോ എന്ന് കരുതി. അങ്ങനെ ആരും മുറിയിലേക്ക് കയറി വരാനൊന്നും പോകുന്നില്ല. അതൊന്നും പറയാൻ പറ്റില്ല വേറെ. എന്താണെങ്കിലും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷെ ഞാനിവിടെ ഈ മുറിയിലുള്ള ഡേഞ്ചറാണെന്ന് എനിക്ക് തോന്നേ. അതുകൊണ്ട് ശരിയാകത്തില്ല ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വേദയും കൂടെ ബാധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു. അത് കിട്ടുമ്പോൾ വേദ പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യാൻ പോവാ? അല്ല ഞാനിവിടുന്ന് പോയാലോന്ന് ആലോചിക്കുക. പോയാലോന്നോ? എങ്കിൽ ശരി, ചെന്ന് കയറി കൊടുക്ക. എങ്ങോട്ടാന്ന് വെച്ചാൽ വിക്രം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിക്രത്തിനെ പോലീസ് പിടികൂടും. ആ സമയത്ത് പുളിക്കന് കോടതി ഹാജരാവുകയും ചെയ്യും. പുളിക്കന് വിക്രം ചെയ്യാത്ത തെറ്റിനെ കുറിച്ച് പറയുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വരുണിനെ വിക്രം അടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായി. വരുണിനെ ഇല്ലാതാക്കിയത് വിക്രമാന്നുള്ള കാര്യം അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞു. അതിന് വേദ, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ക്ലബിലായിരുന്നല്ലോ, ക്ലബ് കളിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അല്ലാന്ന് വിക്രത്തിന് തെളിയിക്കാൻ പറ്റുമോ? അല്ല അങ്ങനെയാന്ന് വിക്രത്തിന് തെളിയിക്കാൻ പറ്റുമോ? വിക്രം കളിക്കുവന്ന് വിക്രത്തിന് കൂട്ടുകാരുടെ മൊഴിയല്ലേ ഉള്ളൂ, തെളിവുകളും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. അതിന് വേദ, ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ലോ. അതെ, ഈ വരുൺ കൊല ചെയ്യപ്പെട്ടതും ഈ ക്ലബും തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഒരു ടവറിന്റെ കീഴിൽ വരുന്ന വിക്രത്തിന്റെ ഫോൺ നമ്പർ പരിശോധിച്ചാലും അതേ ടവറിന്റെ പരിധിക്കുള്ളിലാണ് വരുന്നത്. അപ്പൊ പിന്നെ കോടതിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയം വേദ പറഞ്ഞു, വിക്രം പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, ഞാനൊരു കാര്യം പറഞ്ഞ സത്യം പറയോ? അത് പറഞ്ഞാലേ അറിയത്തുള്ളൂ സത്യം പറയണോ വേണ്ടയോ എന്നൊക്കെ. കാര്യം ആദ്യം പറ. അത് പിന്നെ ശ്രീകാന്തിനോട് മുമ്പ് പറയുന്നത് കേട്ടല്ലോ, ശ്രീകാന്ത് കാരണമാണ് വേദ വീട് വിട്ടു പോന്നേന്ന്. അതിനകത്ത് എത്ര സത്യാവസ്ഥയുണ്ട്? അതെന്താ അങ്ങനെ പറയണേ? എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് വേദ പറഞ്ഞു, അല്ല വിക്രം അല്ലേ പറഞ്ഞിട്ടുള്ളേ ചില സത്യങ്ങളൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അത് പറയാൻ പാടില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് എന്നോട് പറയത്തില്ലേന്ന് ചോദിച്ചു. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, പറയാൻ പറ്റുന്ന കാര്യമില്ല. പിന്നെ ഈ വീട് വിട്ടു പോകുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും വിക്രത്തിനോട് അത് പറഞ്ഞിരിക്കും. ഓഹോ, അപ്പൊ എന്നോടുള്ള ദേഷ്യത്തിനല്ല ഇറങ്ങി പോന്നല്ലേ? വിക്രത്തിനുള്ള ദേഷ്യം കൊണ്ട് എനിക്ക് ഇറങ്ങി പോരാൻ പറ്റുമോ? അങ്ങനെ ഇറങ്ങി പോന്ന വിക്രത്തിനെ ഇപ്പം ഞാൻ ഇവിടെ വിളിച്ചു കയറ്റി താമസിപ്പിക്കുമോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. പിന്നെ ഞാൻ അവിടുന്ന് പോരുന്ന കാര്യം ആ വീട്ടിൽ ഒരാൾ കൂടെ അറിയായിരുന്നു, അമ്മയ്ക്ക്. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയായിരുന്നല്ലേ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിക്രം ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നതിന് മുമ്പ് പോകുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കേട്ടോ വിക്രത്തിന് ഭയങ്കര സങ്കടമായിപ്പോയി. വിക്രം പറഞ്ഞു, എന്നാലും വേറെ അതെ ഇപ്പൊ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കൊന്നും വേണ്ട. വിക്രം ധൈര്യമായിട്ടിരിക്കുക. എനിക്കെന്തോ ഇവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു വല്ലാത്ത ഫീല്. അതെ, അങ്ങനെ വല്ലാത്ത ഫീലൊന്നും തോന്നണ്ട. ഇനിയിപ്പോഴേ ഞാൻ ഈ മുറിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ വിക്രം ഇവിടെ തനിച്ചാവൂലേന്ന് ചോദിച്ചു. മുറിയിൽ നിന്ന് പോകാൻ എങ്ങോട്ട്? അല്ല എനിക്ക് കോടതിയിലേക്കൊക്കെ പോകണ്ടേ, വിക്രത്തിന് ജാമ്യാപേക്ഷ കൊടുക്കണ്ടേ, വിക്രത്തെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പം ഈ വീട്ടിൽ നിന്ന് പോയാലേ മതിയാവുള്ളൂ, എപ്പോഴും മുറിക്കാതെ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അല്ല വിക്രം പേടിക്കൊന്നും വേണ്ട, വിക്രത്തെ ആരും ഇവിടെ വന്ന് കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല, അതൊന്നും ഓർത്ത് വിക്രം പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് വിക്രത്തെ ആശ്വസിപ്പിക്കണം. പിന്നീട് പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യാം, മോൻ ഇവിടെ ഇരിക്കുക, തൽക്കാലത്തേക്ക് ഞാൻ താഴേക്ക് അല്ലട്ടെ, ആ സ്റ്റോർ റൂമിൽ പോയിരിക്കാൻ പറഞ്ഞു.
ആ സമയത്ത് വിക്രം വേദയെ നോക്കി. പിന്നീട് വിക്രം സ്റ്റോർ റൂമിലേക്ക് പോയി. വേദ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി പോരുവാണ്. വിക്രത്തിന് ഭയങ്കര സന്തോഷം തോന്നി വേദയുടെ കാര്യത്തിൽ. കാരണം അവൾ തന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. പിന്നീട് രാത്രിയായി. മാഷും കമലയെ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് കമല രാത്രിയിൽ ഒരു സ്വപ്നം കാണുവാണ്. ഉറക്കത്തിൽ വിക്രത്തിനെ കുറച്ചു പേരെയായിരുന്നു മുക്കിക്കൊല്ലാനായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വെള്ളത്തിൽ കിടന്ന് വിക്രം ഇങ്ങനെ പെടയുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല പെട്ടെന്ന് ഇങ്ങനെ വല്ലാതെ ഞെട്ടിട്ട് കമലയ്ക്ക് ഫിക്സ് അടിക്കുവാണ്. വായിക്കൂടെയൊക്കെ ഞൊരയും പതയും വന്നു. അപ്പോഴേക്കും മാഷ് ചാടി എഴുന്നേറ്റു. കമല കമല എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കമല ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് എടാ വിശ്വം ഓടി വരാൻ പറഞ്ഞു. ആ വിശ്വമൊക്കെ വന്നപ്പോഴത്തേനും കമല ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ട് എടാ പിടിക്കട അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പിന്നീട് പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടർ പരിശോധിക്കാനായിട്ട് കയറ്റി. പിന്നീട് ഡോക്ടർ പരിശോധന എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷിനോട് കാര്യം പറഞ്ഞു. പേടിക്കേണ്ട ഒന്നുമില്ല. എന്താണ് ചിലർക്കിങ്ങനെ ഉറക്കത്തിൽ ഫിക്സ് വരുന്നതാണ്. അത് ചിലപ്പോൾ ഒന്നെങ്കിൽ ടെൻഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ ഏതെങ്കിലും പെട്ടെന്ന് നിർത്തിയതുകൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന. നാളെ ഒരു ECG എടുത്ത് നോക്കാം, പിന്നെ MRI ഒക്കെ എടുത്ത് നോക്കാം. അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല, എന്നാലും നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതുവരെ മാഷിന്. അപ്പോഴേക്കും വിശ്വത്തോടും ശ്രീജയോടും ഒക്കെ ആയിട്ട് പറഞ്ഞു, കമലയ്ക്ക് കുഞ്ഞുനാളിൽ ഇങ്ങനെ ഫിക്സ് വന്നിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ്. എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നൊക്കെ പറയണേ. മാഷിന് നല്ല വിഷമമുണ്ടായിരുന്നു. ഇതേ സമയത്ത് വിക്രം ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. വിക്രത്തിന് എന്തോ വല്ലാത്തൊരു പരവേശമോ ടെൻഷനോ ഒക്കെ തോന്നി. വിക്രം എഴുന്നേറ്റ് മുറിക്കട അങ്ങോട്ടും കൂടെ നടക്കുകയാണ്. അപ്പോഴേക്കും വേദ കണ്ണു തുറന്ന് നോക്കി. വേദ ചോദിച്ചു, എന്താ വിക്രം എന്തോ ഉറങ്ങണില്ലേന്ന് ചോദിച്ചു. എന്തോ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. എന്താ? എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. എന്താ വിക്രം ഇപ്പം എന്താ വീട്ടിലെന്തോ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ഓരോന്നൊക്കെ ആലോചിച്ച് വിക്രം കിടന്നിട്ടാ. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. വിക്രം ഇവിടെ ഒന്ന് കിടക്കാൻ നോക്ക്. പെട്ടെന്ന് വിക്രം എന്ത് ചെയ്തു, തൻ്റെ ഫോൺ എടുത്തത് ഓണാക്കുവാണ്. ആ സമയത്ത് വേദയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു നിമിഷം വേദ പെട്ടെന്ന് വന്ന ഫോണും കൂടെ തട്ടിപ്പറിച്ച് മേടിച്ചു. പെട്ടെന്ന് തന്നെ അത് ഓഫ് ആക്കുകയും ചെയ്തു. എന്ത് പരിപാടി വിക്രം കാണിച്ചേ? വിക്രം എന്തിനു ഫോൺ ഓൺ ചെയ്തേ? അത് പിന്നെ എനിക്ക് അമ്മയൊന്ന് വിളിക്കാൻ തോന്നിയിട്ടാ. അമ്മയെ വിളിക്കണേ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച പോരെ. വിക്രം എന്തിനാ ഈ പാതിരാത്രി ഓണാക്കിയത്? ഈ വിക്രം ഈ ഫോൺ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ടവർ ലൊക്കേഷൻ നോക്കി ഇനിയിപ്പോൾ പോലീസ് ഇങ്ങോട്ടേക്ക് വരത്തില്ലേ? അതിനുള്ള ബുദ്ധിയും ബോധം പോലും വിക്രത്തിന് ഇല്ലാതായോ? വിക്രം പിടികൊടുക്കാൻ തീരുമാനിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദ ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, വേദ ഞാൻ എന്താ വിക്രം, ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ ഞാൻ വിളിക്കാം. അതിപ്പോൾ ഈ സമയത്ത് പാതിരാത്രി സമയത്ത് വിളിക്കേണ്ട കാര്യമുണ്ടോ? അവർ നല്ല ഉറക്കത്തിലായിരിക്കും. ഞാൻ വേണമെങ്കിൽ നാളെ അവിടം വരെ പോയി അന്വേഷിക്കാം, അല്ലെങ്കിൽ നാളെ വിളിച്ചു ചോദിക്കാം. ശ്രീജയത്തിലൊക്കെ വിളിച്ചാൽ മതിയല്ലോ. എന്തേലും അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പം അവിടുന്ന് കോള് വരത്തില്ലായിരുന്നോ? എന്നെ വിളിച്ച് പറയത്തില്ലായിരുന്നോ? കോളൊന്നും വന്നില്ലല്ലോ. അതുകൊണ്ട് വിക്രം ധൈര്യമായിട്ടിരിക്കുക, അമ്മയ്ക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, എനിക്കെന്തോ അമ്മയെ കാണണം തോന്നുന്നുണ്ട്. അത് എൻ്റെ വിക്രം ഇത്ര സ്നേഹമുള്ളവനാണോ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? അമ്മയോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വിക്രം ഇങ്ങനെ തലതിരിഞ്ഞു പോവായിരുന്നോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വേദ, ഞാൻ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന ഒരു തടിയായിരുന്നു. വെള്ളത്തിൽ പോയി കിടക്കുന്ന ഒരു തടി പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലാതെ. പക്ഷേങ്കിൽ വേദ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അതിനൊരു മാറ്റം ഉണ്ടായത്. വേദ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ അച്ഛനോട് വല്ലതും ദേഷ്യമായിരുന്നു. അച്ഛനോട് ദേഷ്യം കൊണ്ട് ഞാൻ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നേ. പക്ഷേ വേദ വന്നിട്ട് പിന്നെ എന്നെ അച്ഛനെ തമ്മിൽ ഒരുമിപ്പിച്ചു. ഇപ്പം എനിക്ക് ജീവിക്കണം എന്നൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതാണോ കാര്യം? അതല്ല, ഒരുപക്ഷെ വേദയും കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെപ്പാടെ വല്ലാതെ ആയിപ്പോയനെ. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. വേദ പറഞ്ഞു, ഞാൻ വന്നല്ലോ, പിന്നെ ഞാൻ ആ വീട് വിട്ടു പോരാൻ കാരണം എന്താണെന്ന് വിക്രത്തിനും അറിയാമായിരുന്നല്ലോ. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, എന്നോട് ആരും ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അല്ല അത് പിന്നെ അങ്ങനെയല്ല, ആ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, വിക്രത്തോടുള്ള ദേഷ്യം കൊണ്ടല്ല ഞാൻ ആ വീട് വിട്ടു പോകുന്നത്. വിക്രത്തോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആ വീട്ടിലേക്ക് വരികയും ചെയ്യായിരുന്നു. പക്ഷെ ആ സമയത്തല്ലേ ഇങ്ങനെയുള്ള സംഭവവികാസങ്ങളൊക്കെ നടന്നേ. ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് വിക്രം പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ നോക്കിക്കോളാം. പിന്നെ അമ്മയെ വിളിക്കണമെങ്കിലും സംസാരിക്കണമെങ്കിലും എൻ്റെ ഫോണിൽ നിന്ന് മതി. അമ്മയെ വിളിച്ച് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ഭേദം. കാരണം വിക്രത്തിൻ്റെ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവുമെന്ന് പറഞ്ഞു. പിന്നെ നാളെ നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം, ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിക്രത്തിനെ കിടക്കാൻ പറഞ്ഞു. അങ്ങനെ വിക്രം കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ബ്ലാങ്കറ്റൊക്കെ വിക്രത്തിൻ്റെ മേത്തേക്ക് എടുത്തിട്ട്
വിക്രത്തെ പുതപ്പിച്ച് കിടത്തുവാണ് വേദ. പിന്നീട് വേദയും വന്ന് കിടന്നു. വേദയ്ക്കും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വിക്രത്തിന്റെ മനസ്സിൽ ആദിയെക്കുറിച്ച് വേദയ്ക്കും അറിയായിരുന്നു. ഇതേ സമയത്ത് വിക്രത്തിന്റെ ഫോൺ ഓണായെന്നുള്ള കാര്യം കണ്ടുപിടിക്കുകയാണ് പോലീസുകാർ. പിന്നീട് സിയയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. സൈബർ സെല്ലിൽ നിന്ന് എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ആ വിക്രത്തിന്റെ ഫോൺ ഓൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓണായോ? അതെ, ഓൺ ആയതുപോലെ തന്നെ ഓഫ് ആയതുകൊണ്ട്. അത് എവിടെ നിന്നാ, ഏത് പരിസരത്താന്ന് ചോദിച്ചു. കാഞ്ഞിരംകുളം ഭാഗത്തു നിന്നാന്ന് പറഞ്ഞു. കാഞ്ഞിരംകുളം ഭാഗത്തോ? അവിടെ എവിടെയാ? അവൻ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല സാറേ, അവിടെയല്ലേ ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ വീട്. ഹോ എടോ, അവിടെ കയറി അവൻ ഒളിച്ചിരിക്കുവോ? ഭാര്യ വീട്ടിൽ കയറി, അതും ജില്ലാ ജഡ്ജിയുടെ വീട്ടിൽ കയറി ഒളിച്ചിരിക്കാണ്ട് ഒരു വഴിയില്ല എന്ന് പറഞ്ഞു. ശരി, നമുക്കൊന്ന് അന്വേഷിക്കാന്നൊക്കെ പറയണേ. അങ്ങനെ എന്ത് ചെയ്തു? അവരവിടെയൊക്കെ മൊത്തം അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ വിക്രത്തെക്കുറിച്ചൊരു വിവരവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നേരെ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സിഐ. ആ സമയത്ത് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിഐയുടെ കൊള്ളുന്നുണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ചോദിച്ചു, എന്താ സാറേ കാര്യം എന്താന്ന് ചോദിച്ചു. അതെ, ഈ വിക്രത്തെക്കുറിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ എന്താന്ന് വല്ലതും കിട്ടിയോ? അവൻ കാഞ്ഞിരംകുളം ഭാഗത്തുണ്ടെന്ന് പറഞ്ഞു. കാഞ്ഞിരംകുളം ഭാഗത്തോ? അതെ. ഇനിയിപ്പം ശ്രീകാന്തിന്റെ വീട്ടിലെങ്ങാനും അവനുണ്ടോയെന്ന് ചോദിച്ചു. എൻ്റെ പൊന്ന് സാറേ, അവൻ അവിടെ കയറി ഒളിച്ചിരിക്കുവോ? അതും ജില്ലാ ജഡ്ജിയുടെ വീട്ടിൽ. ഒരു കാരണവശാലും അവനോട് കയറി ഒളിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സിഐ പറഞ്ഞു, അവൻ്റെ ഫോണൊന്ന് ഓണായിരുന്നു, അതുപോലെ തന്നെ ഓഫായി. അപ്പം ഞാൻ അതെങ്ങനെയായിരിക്കും പെട്ടെന്ന് തന്നെ ഓണായിട്ട് ഓഫായത്? അത് ചിലപ്പം ആരെങ്കിലും വിളിക്കാനായിട്ട് ഓണാക്കിയതായിരിക്കും. അബദ്ധമായെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേനും ഓഫായതായിരിക്കും. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എങ്ങാനും എൻ്റെ വീടിൻ്റെ പരിസരത്ത് എങ്ങാനും വന്നിട്ട് വേദയെ വിളിക്കാൻ ഓണാക്കിയതാണെന്ന് അറിയത്തില്ലല്ലോ. സിഐ പറഞ്ഞു, അതും ചിലപ്പോൾ ആവാം, പക്ഷെ നമുക്കൊന്നും ഉറപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ ഏതാ എങ്ങനെയാന്ന്. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, ഞാനൊരാളുടെ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രശേഖരൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രശേഖരൻ പറഞ്ഞു, അല്ല അവിടെയാണ് ഫോൺ ഓണായതെന്ന് ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചു. അതെ, അവിടെയാ ഫോൺ ഓണായത്, പെട്ടെന്ന് തന്നെ ഓഫാകുകയും ചെയ്തു. അത് കേട്ട് ഇനിയിപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൊരു അവസരമായിട്ട് മുതലെടുക്കണം. ഒരു കാര്യം ചെയ്യാം, ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ വീട്ടിൽ ഒരു റെയ്ഡ് അങ്ങ് നടത്തിക്കോ സാറേ എന്ന് പറഞ്ഞു. ഇതൊരു പറ്റിയ അവസരമാണെന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ പ്ലാനുകൾ തയ്യാറാക്കുവാണ് അവർ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.